ഹലോ എവ്രി വൺ, വെൽക്കം ടു കേരക്കോഡ്. ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ ചാനലിൽ ലീഡ് കോഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് സഹായകരമായ കുറച്ച് കോണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്പർ 1277 കൗണ്ട് സ്ക്വയർ സബ്മേട്രിസസ് വിത്ത് ഓൾ വൺസ് എന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൽ അവർ തന്നിരിക്കുന്നത് ഒരു എം ക്രോസ് എൻ മാട്രിക്സ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ഉണ്ട്. ഇതിൽ വൺസ് അകത്ത് മാത്രമുള്ള എത്ര സബ്മേട്രിക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റ്യൂഷൻ ഇവർ തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഇപ്പോൾ ഇവർ തന്നിരിക്കണതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇവരിങ്ങനെ ഓരോ വണ്ണും ഒരു സ്ക്വയർ ഓഫ് സൈഡ് വണ്ണായിട്ട് കൺസിഡർ ചെയ്തിരിക്കാം. ഈ ഒരു മാട്രിക്സിൽ 10 സിംഗിൾ സൈഡ് ലെങ്ത്തുള്ള സബ്മേട്രിക്സ് ഉണ്ടാകുന്നതാണ് ഇവർ പറയുന്നത്. അത് ജസ്റ്റ് വണ്ണ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവർ നോക്കുന്നത് ഈ സൈഡ് 2 ലെങ്ത്തുള്ള മാട്രിസസ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരെണ്ണമാണ്, ഇതൊരെണ്ണം, പിന്നെ വരുന്നത് ഇത് ആൻഡ് ഇത്. അപ്പോൾ അവിടെ 4 എണ്ണമായി. പിന്നെ വരുന്നത് സൈഡ് 3 ഉള്ള മാട്രിക്സ് ആണ്. അത് ആകെ ഒരെണ്ണം ഉള്ളൂ. അത് ഈ ഒരു വലിയ മാട്രിക്സ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് സൈഡ് 1 ജസ്റ്റ് നമ്പർ ഓഫ് വൺസ് ആണ് ഇവർ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർ എല്ലാവരും ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് 15 കിട്ടി. അപ്പോൾ അതാണ് ഫൈനൽ ആൻസർ. ഇനി ഇതിൻ്റെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഇൻറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പല രീതിയിൽ അപ്രോച്ച് ചെയ്യുക പ്രോബ്ലം. ഞാനിത് അപ്രോച്ച് ചെയ്തത് മുകളിൽ നിന്ന് താഴോട്ട് തുടങ്ങാം, ടോപ്പ് ഡൗൺ അപ്രോച്ച്. അപ്പോൾ ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ നമ്മൾ പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ക്വയർ ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഈ ഒരു 2D അറേയായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്കാൻ ചെയ്യാം. അപ്പോൾ 1 by 1 എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതെടുക്കും, ഇത് 0 ആണ്, നെക്സ്റ്റ് ഇത്, നെക്സ്റ്റ് ഇത്, നെക്സ്റ്റ് ഇത്, എന്നിട്ട് ഈ റോ കഴിയുമ്പോൾ അടുത്ത കോളം എടുക്കും. അപ്പോൾ ഈ 1 നോക്കും, ഈ 4 1 സെക്കൻഡ് റോളുള്ളത് നോക്കും. അങ്ങനെ നമുക്ക് സ്കാൻ ചെയ്ത് പോവാം എന്നുള്ളതാണ് ഇതിൻ്റെ വഴി. ഇപ്പോൾ ഈ 1 എടുത്തു. ഈ 1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാ 1ഉം ഒരു സൈഡ് ഓഫ് 1 ലെങ്ത്ത് സ്ക്വയർ ആണെന്ന്. അപ്പോൾ ആ 1ൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാവുന്നത് ഈ 1 ഒരു സ്ക്വയറിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഐറ്റം ആണെങ്കിൽ അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വരാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണല്ലോ പോകുന്നത്, ഈ ടോപ്പിൽ നിന്ന് താഴോട്ട്. അപ്പോൾ ഈ കോർണറിലുള്ള ഐറ്റം ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയഗണലി ഇവിടെ താഴെ വരുന്നത് ഇത് 1 ആണോ നോക്കാം. ഇത് 1 ആണെങ്കിൽ ഇത് 2 ലെവലിൽ സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ടുള്ള ഐറ്റം 1 ആണോ നോക്കാം, ഈ സൈഡിലോട്ടുള്ള ഐറ്റം 1 ആണോ നോക്കാം. അപ്പോൾ ഇവിടെ ഡയഗണലി വരാം ആദ്യം, എന്നിട്ട് മുകളിലോട്ടും ലെഫ്റ്റിലോട്ടും 1 ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 2 ഐറ്റമുള്ള സൈഡ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 മുകളിലോട്ടും ഒരു 1 ലെഫ്റ്റിലോട്ടും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് 2 ലെങ്ത്തുള്ള സ്ക്വയർ കണ്ടുപിടിച്ചു. അതേപോലെ നമ്മൾ വീണ്ടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയഗണലി നെക്സ്റ്റ് 1 എടുക്കുക. ഈ ഡയഗണലിൽ നെക്സ്റ്റ് 1 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുകളിലോട്ടും ലെഫ്റ്റിലോട്ടും നോക്കണം. ഇപ്പോൾ സൈഡ് 3 ആണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോയി ഇത് നോക്കാം, നെക്സ്റ്റ് ഇത് നോക്കാം, ആൻഡ് ഇപ്പുറത്തുള്ള 2 1ഉം നോക്കാം. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ലെങ്ത്ത് 3 ഉള്ള ഒരു സ്ക്വയർ കണ്ടുപിടിച്ചെന്നാണ് അർത്ഥം. പിന്നെ നെക്സ്റ്റ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഔട്ട് ഓഫ് ബൗണ്ട്സ് ആയി. അപ്പോൾ ഈ പരിപാടി അവിടെ കഴിഞ്ഞു. ഇതേ ആൽഗോരിതം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് കോഡ് ചെയ്യണേ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൈത്തണിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞ് ആദ്യം 2 വേരിയബിൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു. പിന്നെ നമ്മളുടെ ഫൈനൽ ആൻസർ കിട്ടാനായിട്ട് സ്ക്വയർ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ തൽക്കാലത്തേക്ക് വിടാം, ഇത് നമ്മൾ തിരിച്ചു വരും. നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ 2 ഫോർ ലൂപ്പ് ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ ഓരോ റോസിൽ കൂടെയും പോകുന്നു, ഓരോ കോളത്തിൽ കൂടെയും പോകുന്നു. അപ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് താഴോട്ട് നമ്മൾ ട്രവേഴ്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം ഇതിൽ 1 ആണോ എന്ന്. 1 ആണെങ്കിൽ നമുക്കറിയാം അതൊരു സൈഡ് ഓഫ് 1 സ്ക്വയർ ആണെന്ന്.
അപ്പോൾ നമ്മളുടെ സ്ക്വയർ കൗണ്ട് +1 ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്താ അറിയുന്നത്, ഇപ്പോൾ ഈ കിട്ടിയ 1 ഒരു വലിയ സ്ക്വയറിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്, ചെക്ക് ഫോർ ബിഗർ സ്ക്വയർ. ഇനി നമുക്ക് ചെക്ക് ഫോർ ബിഗർ സ്ക്വയറിലോട്ട് വരാം. ഇപ്പോൾ ഈ ചെക്ക് ഫോർ ബിഗർ സ്ക്വയറിൽ നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മളുടെ കറൻറ്റ് കോർഡിനേറ്റ്സ്, അതായത് i, j ആൻഡ് 1. 1 എന്താ, 1 നമ്മളുടെ കറൻറ്റ് സൈഡ് ലെങ്ത്ത്. അപ്പോൾ കറൻറ്റ് സൈഡ് ലെങ്ത്ത് ഇതാണെങ്കിൽ ഇനി നെക്സ്റ്റ് 2 സൈഡ് വരുന്ന സ്ക്വയറാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലാഗ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ കൗണ്ട് നോൺ ലോക്കൽ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ ഇവിടെ വരുന്നത് ജസ്റ്റ് ഈ ഒരു കണ്ടീഷനാണ്, i+1 ലെസ് ദാൻ റോസ് ആൻഡ് j+1 ലെസ് ദാൻ കോളംസ്. ഇത് രണ്ടും വെറും ബൗണ്ടറി കണ്ടീഷനാണ്. കാരണം റോസ് എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് റോസിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ i+1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു 1 കിട്ടി, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു 1 ആണ് കൺസിഡർ ചെയ്യണമെന്ന് വയ്ക്കാം. വീണ്ടും നമ്മൾ ബിഗർ സ്ക്വയർ ചെക്ക് ചെയ്യാൻ പുറത്തോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷൻ i+1 ലെസ് ദാൻ റോസ് ആൻഡ് j+1 ലെസ് ദാൻ കോളംസ്. അപ്പോൾ ഈ ബൗണ്ടറിയുടെ അകത്ത് തന്നെ ഇരുന്നോളും. ആൻഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന മെയിൻ കണ്ടീഷൻ മാട്രിക്സ് ഓഫ് i+1 j+1 1 ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡയഗണലി താഴെ വരുന്ന ഐറ്റം 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ k ഇൻ റേഞ്ച് സൈഡ്. അപ്പോൾ ഇവിടെയാണ് സൈഡിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ 1 ആണ് നേരത്തെ കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മളിപ്പോൾ ഈ ഒരു 1 ആണ് എടുത്തതെന്ന് വയ്ക്കാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ആദ്യം 1 ആണോ എന്ന് നമ്മൾ നോക്കും. അതാണ് ഈ കണ്ടീഷൻ. ഇപ്പോൾ ഇവിടെ 1 കറക്റ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് അറിയേണ്ടത് മുകളിലും ലെഫ്റ്റിലും 1 ആണോ എന്നുള്ളതാണ്. അപ്പോൾ സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് എന്ന് പറയുന്നത് ഈ കേസിൽ ഇവിടെ 1 ആണ്. അപ്പോൾ സൈഡ് ഇനിഷ്യലി 1. അപ്പോൾ ഈ 1നെ നമ്മളിനി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് റേഞ്ച് ഓഫ് സൈഡ് എന്ന് പറയുമ്പോൾ റേഞ്ച് ഓഫ് 1 ജസ്റ്റ് ഒരു 0 മാത്രമേ തരുള്ളൂ പൈത്തണിൽ. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഒരു തവണ മാത്രമേ ഓടുള്ളൂ ആദ്യത്തെ തവണ. ആൻഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മാട്രിക്സ് ഓഫ് i+1 j-k നോട്ട് ഈക്വൽ ടു 1 ഓർ മാട്രിക്സ് ഓഫ് i-k j+1 നോട്ട് ഈക്വൽ ടു 1. ഇവിടെ i+1 എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം റോ ആണ് i+1. പിന്നെ j+1 എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം കോളം. അപ്പോൾ ഈ i+1 j+1 നമ്മൾ -k എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, k 0 ആണ് ഈ കേസിൽ. അപ്പോൾ ജെയും ഇവിടുത്തെ j ഇവിടുത്തെ i രണ്ടും വെറുതെ ജെയും ഐയുമായി മാറും. അപ്പോൾ അത് കിട്ടുക നമ്മൾക്ക് ഈ 1ഉം ഈ 1ഉം ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു ഈ 1ഉം ഈ 1ഉം 1 ആണോ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഗ് ഈക്വൽ ടു 1 ബ്രേക്ക്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 നമ്മൾ ഡയറക്റ്റ് റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും വരണം, ഐദർ ഇത് അല്ലെങ്കിൽ ഇത് 1 അല്ല എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇനി അത് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ സ്ക്വയർ കൗണ്ട് നമ്മൾ വീണ്ടും +1 ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് നമ്മൾ ചെക്ക് ഫോർ ബിഗർ സ്ക്വയർ റിക്വേഴ്സീവ്ലി നമ്മൾ വിളിക്കുകയാണ് i+1 j+1 സൈഡ് +1. അപ്പോൾ i+1 j+1 ആകുമ്പോൾ ഈ ഒരു 1 ആണ് പിന്നെ വരാം. ആൻഡ് സൈഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സൈഡ് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ സൈഡ് ഈക്വൽസ് 2 നെക്സ്റ്റ് ഇറ്ററേഷൻ വരുമ്പോൾ 1 + 1 2 ആവും. ഇനി നെക്സ്റ്റ് റിക്കേഴ്സീവ്ലി നമ്മൾ ഈ ചെക്ക് ഫോർ ബിഗർ സ്ക്വയറിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൽ സൈഡ് 2 ആവുമ്പോൾ ഈ ഫോർ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഫോർ ലൂപ്പിൽ ഇത് 2 തവണ ഓടും. ആദ്യത്തെ തവണ സൈഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും, രണ്ടാം തവണ 1 ആയിരിക്കും. അപ്പോൾ 0 ആകുമ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് കോളം ചെക്ക് ചെയ്യും. നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്ന റോവും കോളം എന്ന് പറയുമ്പോൾ ഈ കോളം ആൻഡ് ഈ റോ. അപ്പോൾ ഈ 2 ഐറ്റത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആദ്യം നമ്മൾ 0 ആയിരിക്കും സൈഡിൻ്റെ വാല്യൂ. ഇവിടെ നമ്മളത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫോർ k ഇൻ റേഞ്ച് സൈഡാണല്ലോ, അപ്പോൾ kൻ്റെ വാല്യൂ 0 ആവും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതും ഇതുമാണ്. പിന്നെ അത് കഴിഞ്ഞ് ലൂപ്പ് 2ാം തവണ റൺ ചെയ്യുമ്പോൾ ഇതും ചെക്ക് ചെയ്യും. അപ്പോൾ ടോട്ടലി ആ
നെക്സ്റ്റ് വരുന്ന ഡയഗണലി താഴെ വരുന്ന ഐറ്റം നമ്മൾ മുകളിലോട്ടും ലെഫ്റ്റിലോട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം എല്ലാം കവറാവും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അത് 1 അല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത് റിട്ടേൺ ചെയ്യും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ LeetCode തുറന്നിട്ടുണ്ട്. ലെറ്റ്സ് റൺ. ടെസ്റ്റ് കേസ് എല്ലാം പാസ്സായി. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ അക്സെപ്റ്റായി. 89.85% ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്താൽ, അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് O of n cross m cross max of nm ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു മീഡിയം ലെവൽ പ്രോബ്ലം ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. See you in the next problem.